ഹലോ ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. NUS 10th ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരുവിധം പഠിച്ചൊക്കെ കഴിഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? റിവിഷനൊക്കെ നടക്കുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനെയൊക്കെ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതൊക്കെ നമുക്കിന്ന് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാം 10th മാത്തമാറ്റിക്സിന്റെ കോഡ് എന്ന് പറയുന്നത് 211 ആണല്ലേ? 211 ആണ് മാത്സിന്റെ കോഡ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ? അപ്പോൾ എത്ര മാർക്കിനായിരിക്കും മാത്സിന്റെ പരീക്ഷ നടക്കുന്നതെന്ന് അറിയോ? 85 മാർക്കിനാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത്. അത് എത്ര മണിക്കൂർ കൊണ്ട്? 2.5 മണിക്കൂർ കൊണ്ട് 85 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഓക്കെ, 2.5 മണിക്കൂർ കൊണ്ട് 85 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുക. എന്നിട്ട് നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്? 44 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉണ്ടാവുന്നത്. 44 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുന്നത്. അപ്പൊ എന്താണ്, ഇതിനെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഷോർട്ട് ആൻസർ ഉണ്ടാവാം, ലോങ് ആൻസർ ഉണ്ടാവാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 50% ഒബ്ജക്റ്റീവ് ടൈപ്പും 50% സബ്ജക്റ്റീവ് ടൈപ്പും ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിനെല്ലാം ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓർ ഓപ്ഷൻ തന്നിട്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, ഇതിൽ സെക്ഷൻ എ, സെക്ഷൻ ബി എങ്ങനെ പറഞ്ഞ് നമുക്ക് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ എ എന്ന് പറയുന്നത് 1 to 17, 1 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ എന്താണ്? സെക്ഷൻ എ ആണ്. അതെന്താണ്? MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് സംശയം ഉണ്ടാവും അല്ലെ? അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതിന് എത്രയാണ്? 1 മാർക്കാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനുള്ളത്. അതുപോലെ തന്നെ ചോയ്സ് അതിനും ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒന്ന് അതിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ 18 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ സംശയം ഉണ്ടാവും. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങളുടെ ആ സംശയം എല്ലാം ക്ലിയർ ആവുന്നതാണ്. അടുത്തത് 18 മുതൽ 27 വരെ 2 മാർക്കും പിന്നെ 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 5 മാർക്കാണ്. 5 മാർക്ക് എങ്ങനെ നമുക്ക് കിട്ടുന്നത്? 5 സബ് പാർട്ടിനും ഓരോ മാർക്ക് വെച്ചിട്ട് 5 മാർക്കാണ് നമുക്കതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ ബി എന്ന് പറയുന്നത് 29 മുതൽ 37 വരെ 2 മാർക്ക് ചോദ്യങ്ങളും 38 മുതൽ 42 വരെ 3 മാർക്ക് ചോദ്യങ്ങളും 43, 44 5 മാർക്ക് ചോദ്യങ്ങളാണ്. അപ്പൊ ഏകദേശം ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്താന്ന് നോക്കാം. സെക്ഷൻ എ എന്ന് പറയുന്ന ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. x² - 5x + 6 can be written in the form of factors as. അതെന്താണ്? 1 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഇതിൽ ഏതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത്? x + 3 × x - 2 ആണോ, x - 3 × x + 2 ആണോ? ബാക്കി സിയും ഡി ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് ശരി ഉത്തരം എന്നുള്ളത് നിങ്ങൾ ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് അതിലേതാ. ഇപ്പൊ 1 എ ആണ് എ, ബി ആണ് ബി, അങ്ങനെ എഴുതാം. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ നോക്കൂ, ഇതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കിത് മെജോറിറ്റി ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇതിനെ ഓർ ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ചോയ്സ് ആണ്. ഒന്നില്ലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അല്ലെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഇത് 2 അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും 1 അറ്റൻഡ് ചെയ്യുക. ചുമ്മാ 2 അറ്റൻഡ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 2 അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഡബിൾ ആയിട്ട് മാർക്കും കിട്ടില്ല. ഏതെങ്കിലും ഒന്നിന്റെ മാർക്കേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ഇതാണെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇതാണെങ്കിലും. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഉത്തരമായിട്ട് വരും. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഓർ ഉണ്ട്. അപ്പൊ ഏതാണ്? ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണെന്ന് നിങ്ങൾക്ക് ഷുവറായിട്ട് അറിയാൻ പറ്റുന്നത്, ഇതിന്റെ ഉത്തരം ഇതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇതിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഓർ ഓപ്ഷൻ ഉള്ള ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയി തോന്നുന്നത്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇതിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇതെല്ലാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 4ാമത്തെ ചോദ്യം അതും 1 മാർക്കിന്റെ ചോദ്യമാണ്. അതിനും ചോയ്സ് ഉണ്ട്, ഓർ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 5th ക്വസ്റ്റ്യൻ അതിന് ചോയ്സ് ഉണ്ട്. 6th ക്വസ്റ്റ്യനും അതിനും ചോയ്സ് ഉണ്ട്. 7th ചോയ്സ് ഉണ്ട്. 7th ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതും ഈ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് അതുപോലെ തന്നെ 8ാമത്തെ ചോദ്യം നോക്കുക. ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 3, 4 ഫ്രം x ആക്സിസ് ഈസ്. അതിലേതാണ് ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കുക. ഇതിലേതെങ്കിലും ഉത്തരം
ഒരെണ്ണം ഇതിൽ ഉത്തരമായിരിക്കും, ഏത് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനും ചോയ്സ് ഉണ്ട്. 9ാമത്തെ ചോദ്യം വരുമ്പോൾ അതിന് ചോയ്സ് ഇല്ല. അതും 1 മാർക്കിന്റെ ചോദ്യമാണ്, പക്ഷെ അതിന് ചോയ്സ് ഇല്ല. അപ്പൊ ഈ 9ാമത്തെ ചോദ്യം മസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. മറ്റതൊക്കെ 8ാമത്തെ ചോദ്യം വരെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. 8ാമത്തെ ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന്, അങ്ങനെ ചോയ്സ് ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒന്ന് എഴുതാം. പക്ഷെ 9ാമത്തെ ചോദ്യം വരുമ്പോൾ നമുക്ക് അതിന് ചോയ്സ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് എന്തായാലും ഷുവറായിട്ട് ആ ഒരു ക്വസ്റ്റിനുള്ളൂ അത് നമ്മൾ അറ്റൻഡ് ചെയ്യാം. 10ാമത്തെ ചോദ്യം നോക്കുക, അതിനും 1 മാർക്കാണ്, അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിനും ചോയ്സ് ഇല്ല. 11നും ചോയ്സ് ഇല്ല, 12ന് ചോയ്സ് ഇല്ല. ഇതെല്ലാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 13ന് ചോയ്സ് ഇല്ല, 14ന് ചോയ്സ് ഇല്ല, 15, 16, 17, 17 വരെ നമുക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് 17 വരെ വരുന്നത്. അതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമാണ്. അപ്പൊ 17 വരെ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന്റെ ചോദ്യങ്ങൾ. അതിൽ ചോയ്സ് ഉള്ളതുകൊണ്ട് ചോയ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഇതുവരെ ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. 18ാമത്തെ ചോദ്യം നോക്കൂ, ഇതിന്റെ ബ്രാക്കറ്റിൽ എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കാം. അറ്റംപ്റ്റ് എനി 2 പാർട്സ് ഫ്രം ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 1 to 4. അതായത് ഈ 1 മുതൽ 4 വരെയുള്ള പാർട്ടുകളിൽ ഏതെങ്കിലും 2 എണ്ണം എനി 2 ആ 2 എണ്ണം അറ്റൻഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരെണ്ണത്തിന് 1 മാർക്ക് വെച്ച് ഏതെങ്കിലും 2 എണ്ണം ചൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 മാർക്കായി. അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന അതിൽ ഏതെങ്കിലും 2 എണ്ണം നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള സാധനങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ അത് നമുക്ക് വേഗം സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ നമ്മൾ അത് മൊത്തം ഈ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ 19ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 19ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് അറ്റംപ്റ്റ് എനി 2 പാർട്സ്. ഇതിലും എന്താണ്? അറ്റംപ്റ്റ് എനി 2 പാർട്സ് ആണ്. ഇത് 4 നമ്മൾ മാച്ച് ചെയ്ത് വെക്കണ്ട. ഏതെങ്കിലും 2 എണ്ണം, ഈ 4 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണോ അറിയാവുന്ന 2 എണ്ണം അത് നമുക്ക് മാച്ച് ചെയ്യാം. അത് ജസ്റ്റ് ഇപ്പൊ കോളം 1 4 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ ഒന്നിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1 എഴുതാ. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ നേരെ അത് കറക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ എ ഓപ്ഷൻ ആണ്, എ എഴുതാം. അപ്പൊ 2ന്റെയും കറക്റ്റ് അറിയാന്നുണ്ടെങ്കിൽ 2ന്റെ നേരെ ബി ആണ്, ബി എഴുതുക. ഇത്ര എഴുതിയാ നമുക്ക് എന്തായി? 2 മാർക്കായി. അല്ലാതെ ഈ 1 മുതൽ 4 വരെ ഇങ്ങനെ നിരത്തി എഴുതി വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചേരുമ്പഴി ചേർക്കാന്നൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുപോലൊക്കെ തന്നെ. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ ക്രോസ് ഒന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഉത്തരം എഴുതാം. ഏതെങ്കിലും 2 എണ്ണം ഇതിന്ന് ചൂസ് ചെയ്യാം. 20ാമത്തെ ചോദ്യം നോക്കൂ. 20ാമത്തെ ചോദ്യത്തിന് 2 മാർക്കാണ്. അതായത് ഈ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച്. അപ്പൊ അവിടെ വരെ എന്തായുള്ളൂ? 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം അറ്റംപ്റ്റ് ചെയ്യാനേ ഉണ്ടായുള്ളൂ. 20 ആകുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. നമ്മൾ അത് എന്തായാലും 2 എണ്ണം എന്തായാലും അത് 2 അറ്റൻഡ് ചെയ്യാം. അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് 2 മാർക്ക്. 21ാമത്തെ ചോദ്യത്തിനും അതെ 2 മാർക്ക്. 23 എന്താണ്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. നമ്മൾ പറഞ്ഞല്ലേ 50% എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നോക്കൂ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഇപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കണ്ടു, ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കണ്ടു. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് കണ്ടു. അടുത്തത് ഇനി എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ. അപ്പൊ ഇവിടെ എന്താണ് വിട്ടുപോയത്? അവിടെ എന്ത് വേർഡാണ് വരുന്നത്? അത് നമുക്ക് അവിടെ എന്താണ്? നമുക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. അപ്പൊ ഇതിലും ഉണ്ട് എന്താണ്? അറ്റംപ്റ്റ് എനി 2 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് എന്താണ്? അറ്റൻഡ് ചെയ്താൽ മതിയാകും. അപ്പൊ ഇനി നമുക്ക് 23ാമത്തെ ചോദ്യം നോക്കാം. അതും എന്താണ്? അറ്റംപ്റ്റ് എനി 2 ആണ്. അതുപോലെ തന്നെ 24 നോക്കൂ. അതെന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യമാണ്. അത് ഏതെങ്കിലും 2 എണ്ണം അല്ല, അത് മസ്റ്റ് ആയിട്ട് 2 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതിന് ഓപ്ഷൻസ് ഇല്ല. അടുത്ത് നോക്കി 25 നോക്കൂ. 25 നമ്മൾ ഈ 2 അറ്റൻഡ് ചെയ്യുക. അതും എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇതൊക്കെ നമ്മൾ എക്സാമിന് വേഗം നമുക്ക് എഴുതാൻ പറ്റുന്ന ഉത്തരങ്ങളായിട്ട് തോന്നുന്നുണ്ട്. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ, 1 വേർഡിന്റെ. അപ്പൊ നമുക്കത് വേഗം ആൻസർ ചെയ്ത് പോകാൻ പറ്റും. 26ാമത്തെ ചോദ്യം നോക്കൂ. അതും അറ്റംപ്റ്റ് എനി 2 ആണ്. അത് ഇത് ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്നത് ഏതാന്ന് വെച്ച് എഴുതുക. ഇതെന്താണ്? ട്രിഗ്നോമെട്രി ആണല്ലേ. ട്രിഗ്നോമെട്രിയിലെ ചോദ്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതാണ് നിങ്ങൾക്ക് അറിയാവുന്നത് അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. 27ാമത്തെ ചോദ്യം വരുമ്പോഴും ഇതൊരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഉത്തരം എഴുതാനുള്ളതാണ്, പ്രോബബിലിറ്റി എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? അതും അറ്റംപ്റ്റ് എനി 2 ആണ്. ഇതിൽ ഏതെങ്കിലും 2 ഇടത്തിന് ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും. അതിനും എന്താണ്? 2 മാർക്കാണ്. നമുക്ക് 28ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 28ാമത്തെ ചോദ്യം ഇത്തിരി ലെങ്തി ചോദ്യമാണ് അല്ലെ. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ്? ഇവിടെ ഒരു 7 ഓപ്ഷൻ ഉണ്ട്. ആ 7 ഓപ്ഷന് നമുക്ക് എന്താണ്? 5 എണ്ണം സെലക്ട് ചെയ്താൽ മതിയാകും. എനി 5 പാർട്സ് 5 എണ്ണം. ഇതിൽ 7 ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് എന്താണ്? 5 എണ്ണം സെലക്ട് ചെയ്തിട്ട് എഴുതാം. അപ്പൊ എന്താണ്? 5 മാർക്ക് നമുക്ക് അങ്ങനെ കിട്ടും.
അപ്പൊ 28 വരെ എന്താണ് ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇനിയാണ് നമ്മുടെ സെക്ഷൻ ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 28 വരെ സെക്ഷൻ എ ആയിരുന്നു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് വേഗം ഉത്തരം എഴുതി പോകാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് സെക്ഷൻ എ വരെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോവാം. സെക്ഷൻ ബിയിൽ ആദ്യത്തെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെല്ലാം എന്താണ് ചോയ്സ് ഉണ്ട്, ഓർ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഷുവറായിട്ട് ഉത്തരം അറിയാവുന്നത് വെച്ചാൽ നമുക്ക് അത് ആൻസർ ചെയ്താൽ മതിയാകും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ AP എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇത് 2 AP എന്നുള്ളത്. അപ്പൊ നമ്മൾ AP എന്ന് പറഞ്ഞ ആ യൂണിറ്റ് പഠിച്ചാൽ ഇത് 2 നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് 2 മാർക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് നോക്കൂ, ഇതെന്താണ് ഫൈൻഡ് ദ ലോസ് ഓർ ഗെയിൻ ആണ്. അതുപോലെ തന്നെ ഇതെന്താണ് ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് ആണ്. ഇതും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇത് 2 ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോയ്സ് ഉള്ളത്. ഇനി 31 അതുപോലെ തന്നെ ചോയ്സ് ഉണ്ട്, അതിന് 2 മാർക്കാണ്. 32 ചോയ്സ് ഉണ്ട്, അതിനും 2 മാർക്കാണ്. ഇനി 33 അവിടെ ഒന്നും ഇപ്പൊ എന്താ ചോയ്സ് ഇല്ല. നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ആൻസർ ചെയ്യണം. ഫൈൻഡ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഇക്വി ഡിസ്റ്റന്റ് ഫ്രം ദി പോയിന്റ് 76 ആൻഡ് -34. അപ്പൊ എന്താണ് നമ്മൾ ആ ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് അത് നമ്മൾ കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ 34ാമത്തെ ചോദ്യം അതിന് ചോയ്സ് ഇല്ല, അതിനും എന്താണ് 2 മാർക്കാണ്. 35ാമത്തെ ചോദ്യം നോക്കൂ, അത് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കണം, അതിന് 2 മാർക്ക്. അടുത്ത എന്താണ് മീഡിയൻ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഈ മീഡിയൻ ഒക്കെ കണ്ടുപിടിക്കാനുള്ള കോളൊക്കെ വരച്ച് എഴുതുമ്പോൾ അതെല്ലാം സൂക്ഷിച്ച് എഴുതാൻ ശ്രദ്ധിക്കുക. അതൊന്നും മാറിപ്പോവാതെ, കോളൊക്കെ മാറിപ്പോവാതെ എഴുതുക. കാൽക്കുലേഷൻ ഒക്കെ വൃത്തിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എന്തായി ഇതിന്റെ മീഡിയൻ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി 2 മാർക്കായി. അപ്പൊ മീഡിയന്റെ ആ യൂണിറ്റ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ 37 വരെ വരുമ്പോൾ എന്താണ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇനി നമ്മൾ 38ലേക്ക് എത്തുമ്പോൾ അവിടെ എന്തായി മാർക്ക് മാറി, 3 മാർക്ക് ചോദ്യങ്ങളായി. അവിടെ എന്തായി ചോയ്സ് വന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നത് ഇതിന് ആൻസർ ചെയ്യാം. 39 ആയപ്പോ എന്തായി 39ന് ചോയ്സ് ഇല്ല, പക്ഷെ എന്താണ് 3 മാർക്ക് ചോദ്യം തന്നെ ചോയ്സ് ഇല്ല. അപ്പൊ എന്താണ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. ഇപ്പോ ചോയ്സ് ഉണ്ടാവും, ചോയ്സ് ഇല്ലാത്തത് ഉണ്ടാവും, 2 മാർക്കിന് 3 മാർക്കിന് ഇതേ പാറ്റേണിലായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ പ്രതീക്ഷിച്ച് വേണം നമ്മൾ പഠിക്കാൻ. ഇങ്ങനെയൊക്കെ വരും, ഇതുപോലെ ആയിരിക്കും വരുന്നത്. ആ ഒരു ഐഡിയ നമുക്ക് എന്തായാലും ഉണ്ടാവണം. ഇനി നോക്കൂ, നമ്മൾ 39 ക്വസ്റ്റ്യൻ വരാം അല്ലെ. ഇനി നമ്മൾ 40ാമത്തെ ചോദ്യം നോക്കൂ, സോൾവ് ചെയ്യാനാണ് അല്ലെ. ലീനിയർ ഇക്വേഷൻ ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ്. അപ്പൊ ഗ്രാഫ് എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യൂണിറ്റ് നല്ല ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എത്ര മാർക്കായി? 3 മാർക്കായി. നമുക്ക് 41 എന്താണ് അത് സോൾവ് ചെയ്യാം. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഫെൻസിങ് എ ഫീൽഡ് വിത്ത് ബാർബഡ് വയർ അറ്റ് ദ റേറ്റ് ഓഫ് 140 per meter. അത് നമ്മൾ കണ്ടുപിടിച്ച എത്ര മാർക്കായി? 3 മാർക്കായി. നമ്മുടെ പ്രോബബിലിറ്റി എന്നൊരു ചോദ്യമുണ്ട്. അതെന്താണ് ഓർ ക്വസ്റ്റ്യൻ ആണ്. അതും എന്താണ് 2 പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ തന്നെ. അപ്പൊ പ്രോബബിലിറ്റി നല്ല മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിന് 3 മാർക്ക് ചോദ്യമാണ് ഇപ്പൊ ഈ 42ാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ 43ഉം 44ഉം നോക്കി, ഇതാണ് നമ്മുടെ ഹയസ്റ്റ് മാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ. 5 മാർക്കിന്റെ ചോദ്യങ്ങളാണത്. 43 എന്ന് പറഞ്ഞാൽ എന്താണ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാ. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അത് ടീച്ചറെ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവല്ലേ, ഇത് മസ്റ്റ് ആയിട്ട് എന്തായാലും പഠിക്കണം, ഡയഗ്രാം ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവല്ലേ. അപ്പൊ എന്താണ് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക, തന്നിരിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് എത്ര മാർക്കായി? 5 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് ചെറിയൊരു മാർക്കല്ലല്ലോ, 5 മാർക്ക് നമുക്ക് ആയല്ലോ ഒരു ട്രയാങ്കിൾ വരച്ചാല്. അതുപോലെ തന്നെ എന്താണ് ഇത് 44ാമത്തെ ചോദ്യം ചെറിയൊരു ലെങ്തി പ്രോബ്ലം ആണ്. നമ്മളത് ചെയ്തിട്ടുള്ളതാണ് ഇനി മുന്നേ ഇതുപോലുള്ള പ്രോബ്ലങ്ങൾ. അതിന് എത്ര മാർക്കാണ്? 5 മാർക്കാണ് അതിനും കിട്ടുന്നത്. ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയേ ഉള്ളൂ. 44 ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. 85 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്, സബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്, ലെങ്തി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്താൻ പറ്റുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തല്ലേ. അപ്പൊ 85 മാർക്കിന് 2.5 മണിക്കൂർ കൊണ്ട് ഇത്രയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ 1 മാർക്ക് ചോദ്യങ്ങളൊക്കെ നമുക്ക് വേഗം ഉത്തരം എഴുതി പോകാൻ പറ്റും. ഈ ലാസ്റ്റിലേക്ക് 5 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾക്കാണ് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസും സമയമൊക്കെ പോകുന്നത്. ഈ 5 മാർക്കിന്റെ ചോദ്യം വരുമ്പോഴാണ് നമുക്ക്
സമയമൊക്കെ പോകുന്നത്. അപ്പൊ ഈ 1 മാർക്കിന്റെ ഒക്കെ വേഗം വേഗം അറ്റൻഡ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏകദേശം ഇങ്ങനെ ആയിരിക്കും പാറ്റേൺ നമ്മുടെ മാത്സിന്റെ. അപ്പൊ ഇതൊരു ഹെൽപ്ഫുൾ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽപ്ഫുള്ളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ലിങ്ക് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഇതുപോലത്തെ ഇപ്പോൾ നമ്മളിത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അല്ലേ ഡിസ്കസ് ചെയ്തത്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ക്ലാസ്സസ്, അങ്ങനെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതുവഴി നമുക്ക് പല ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലേണിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതെല്ലാം നോക്കാൻ പറ്റും. നോക്കി നമുക്ക് നല്ല ക്ലാസ്സും നല്ല മാർക്കും നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ലേണിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതെല്ലാം ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസും ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ഈ ലേൺ വഴി ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ആവാത്ത സ്റ്റുഡൻസിനും നിങ്ങൾക്ക് ഇത് വെച്ച് പഠിക്കുന്ന നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈഡ് ബുക്സ് ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ചോയ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം, മാർക്ക് വാങ്ങാം. ഇപ്പൊ പാറ്റേൺ ഏകദേശം മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഇതും കൂടി നിങ്ങൾ റിവൈസ് ചെയ്യുക, പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പോയി എക്സാം എഴുതുക. അപ്പൊ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതുപോലുള്ള വേറൊരു വീഡിയോയിൽ കൂടെ കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.